കാലം തിരിഞ്ഞുകൊത്തുന്നു. വീണ ജോർജ് മെല്ലെ പഠിച്ചു വരികയാണ്. ഒരു പത്രപ്രവർത്തക എന്നതിൽ നിന്നും ഒരു പൊതുപ്രവർത്തക എന്ന പദവിയിലേക്ക് കടന്ന വീണ ജോർജ് ആദ്യം MLA ആയി, പിന്നീട് ഇപ്പോൾ മന്ത്രിയായി. ഈ ആറന്മുളക്കാർ ദിനം പ്രതി ഒരു തികഞ്ഞ പരാജയമാണ് എന്ന ചിത്രമാണ് നമ്മളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നത്. ആവേശത്തോടെ ചെങ്കൊടിയെക്കുറിച്ച്, അത് നൽകുന്ന പ്രചോദനത്തെക്കുറിച്ചുമൊക്കെ വാത്തോരാതെ സംസാരിക്കുമെങ്കിലും കഴിഞ്ഞ 40 ദിവസത്തിനുള്ളിൽ വീണ ജോർജ് എന്ന പേര് കേട്ടാൽ തന്നെ ഇന്ന് കേരള ജനതയ്ക്ക് പ്രകടമായ പുച്ഛമാണ്. തങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ ചോദിച്ച ആദ്യം രാപ്പകൽ സമരവുമായി, ഇപ്പോൾ അനിശ്ചിതകാല നിരാഹാരവുമായി മുന്നോട്ട് പോകുന്ന അവരുടെ വേതന വ്യവസ്ഥകൾ ഉയർത്തുവാനുള്ള ആവശ്യത്തിനായി രാഷ്ട്രീയം കാണുന്ന മന്ത്രിയെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? ഒരു വശത്ത് ആശാപ്രവർത്തകരെ ചേർത്ത് പിടിക്കുകയാണെന്ന് പറയുമ്പോഴും മറുവശത്ത് മറ്റൊരു ചിത്രമാണ് തെളിയുന്നത്. CITU നേതാക്കളുടെ അപവാദ പ്രചരണങ്ങളെ പിന്തുടർന്ന് അതേ ഭാഷയിൽ ആരോഗ്യമന്ത്രി ആദ്യം 39 ദിവസത്തെ കണ്ടിരുന്നത് എന്നുള്ളത് ഒരു സത്യം മാത്രമാണ്. ആശാവർക്കർമാർ നിരാഹാരത്തിലേക്ക് പോകുന്നു എന്ന വാസ്തവം ഗവൺമെന്റിനെ തന്നെ വല്ലാതെ ബാധിക്കുമെന്ന തിരിച്ചറിവാണ് ഇവർ ഒരു കൂടിക്കാഴ്ചയ്ക്ക് പോലും പിന്നീട് അവസരമൊരുക്കിയത്. ജനാധിപത്യ സംസ്കാരം ഉൾക്കൊള്ളാതെ, സമരക്കാരുടെ ആവശ്യങ്ങൾക്ക് ചെവി കൊടുക്കാതെ നിങ്ങൾ പിരിഞ്ഞു പോകണമെന്ന് മാത്രമാണ് ആരോഗ്യമന്ത്രി അന്ന് പറയാനുണ്ടായിരുന്നത്. ഇതേ തുടർന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ ഉടനടി ഡൽഹിയിൽ പോയി ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ വാക്കുകൾക്ക് നേരിയ പ്രതീക്ഷയുണ്ടായിരുന്നു. അത് കേരളം നോക്കിക്കാണുകയായിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് അനുമതിക്കായി ഭരണപരമായ നടപടിയുടെ ഭാഗമായി ഔദ്യോഗികമായി കൊടുക്കേണ്ട ഒരു കത്ത് പോലും കൊടുക്കാതെ നദിയെ കാണാനെന്ന വ്യാജേന ഡൽഹിയിൽ പറന്നെത്തി ക്യൂബൻ സംഘത്തെ കണ്ടു മടങ്ങിയ മന്ത്രി കേരള ജനതയെ പരിഹസിക്കുകയല്ലേ ചെയ്തത്? ഇക്കാര്യങ്ങൾ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ പഴയ ആ മാധ്യമ പ്രവർത്തക പറഞ്ഞതെന്താ? മാധ്യമങ്ങൾക്ക് എന്തും പറയാമല്ലോ എന്ന പരിഹാസമായിരുന്നു. LDFന്റെ പ്രകടന പത്രികയിൽ ആശാവർക്കേഴ്സിൻ്റെ ഓണറേറിയം 21,000 വർദ്ധിപ്പിക്കുമെന്ന് കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ള പരാമർശങ്ങളുമായി അവർ സമർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. ചില മാധ്യമങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് അവർ തെന്നിമാറുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായി. CPMന്റെ വാർത്താക്കുറിപ്പ് ചൂണ്ടിക്കാട്ടി ചോദിച്ച ചോദ്യത്തിന് മന്ത്രി വീണ ജോർജ് വാക്കുകൾ കിട്ടാതെ വളരെ വളരെ കഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവർ മാധ്യമങ്ങളെ പഴിചാരുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി LDF യോഗത്തിൽ പറഞ്ഞതെന്താ? കേന്ദ്ര സംസ്ഥാന പദ്ധതി ആയതിനാൽ സംസ്ഥാനത്തിന് മാത്രമായി തുക വർദ്ധിപ്പിക്കാനാകില്ല എന്ന്. കേന്ദ്രം വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് കേരളം വർദ്ധിപ്പിക്കും എന്ന്. ഇങ്ങനെ നാടകം കളിച്ചും ഇരട്ടത്താപ്പ് നയങ്ങളുമായി എത്ര കാലം സർക്കാരിനും ആരോഗ്യമന്ത്രി വീണ ജോർജും മുന്നോട്ട് പോകും? സമരം തുടങ്ങിയ അന്ന് മുതൽ CPMും CITയും സർക്കാരും മന്ത്രിമാരും, എന്തിന് പോളിറ്റ് ബ്യൂറോ അംഗമായ വിജയരാഘവൻ പോലും എന്തൊക്കെയാണ് സ്ത്രീകളെ വിശേഷിപ്പിച്ചത്? ഒളിഞ്ഞും തെളിഞ്ഞും സർക്കാർ തൊടുത്തുവിട്ട അവഹേളനങ്ങൾ, അപവാദങ്ങൾ, ഭീഷണികൾ, ക്രിമികീടം, പാട്ടപ്പിരിവുകാർ, പെമ്പിളെ ഒരുമൈ സമരം, കൂടാതെ സമര നേതാക്കൾക്കെതിരെ കള്ളക്കേസുകൾ, ലോക്കൽ നേതാക്കളെ വെച്ച് ഭീഷണിപ്പെടുത്തൽ, ജോലിക്ക് ഹാജരായില്ലെങ്കിൽ ഇനി ജോലി ഉണ്ടാവില്ല എന്ന നോട്ടീസ്, CITUവിൻ്റെ ബദൽ സമരം, CITU നേതാവിൻ്റെ സ്ത്രീത്വത്തെ അപമാനിക്കും വിധമുള്ള പരാമർശങ്ങൾ, കൊടുമഴയത്ത് അതിപുലർച്ചെ പോലീസിനെ അഴിച്ചുവിട്ട് സമരപ്പന്തൽ തകർക്കൽ. എന്നിട്ടും തളരാത്ത വീര്യവുമായി സ്ത്രീകൾ തൻ്റെ അവകാശങ്ങൾക്കായുള്ള സമരത്തിൽ നിന്നും തെല്ലും പിന്നോട്ട് പോയില്ല. 39 ദിവസം കഴിഞ്ഞപ്പോൾ സർക്കാരിൻ്റെ ചർച്ചാ നാടകവും, അതിൽ ആശാവർക്കർമാർക്ക് പരിഹാസവും അവജ്ഞയും, വിഷയങ്ങൾ ചർച്ച പോലും ചെയ്യാതെ സമരത്തിൽ നിന്നും പിന്മാറാൻ നിർദ്ദേശവും. അതിനുശേഷമാണ് ആശാവർക്കർമാർ നിരാഹാര സമരത്തിലേക്ക് നീങ്ങിയത്. ഇപ്പോൾ നിരാഹാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യം ചർച്ച ചെയ്യുന്ന വിഷയമായിട്ടും കേരള സർക്കാരിൻ്റെ മൗനവും ഇരട്ടത്താപ്പും ഒരു ജനകീയ സർക്കാരിൻ്റെ പതനമാണ് സൂചിപ്പിക്കുന്നതെന്നതിൽ യാതൊരു സംശയവും വേണ്ട. പ്രത്യേകിച്ചും ഒരു ഭരണകർത്താവ് എന്ന നിലയിൽ ആരോഗ്യം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പരാജയം വ്യസനത്തോടു കൂടിയേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.